Okay, good morning. Today we will be discussing all the important points from second chapter, that is polynomials. Polynomial in the chapter all important points discuss. We already completed the chapter. Today we will discuss the summary of the chapter, and if we get time we will discuss some examples also. Okay, ഈ ചാപ്റ്ററിൽ പോളിനോമിയൽ എന്ന ചാപ്റ്ററിൽ ആദ്യമായിട്ട് സമ്മറിയിൽ പഠിക്കേണ്ടത് ഒരു പോളിനോമിയലിന്റെ ഫോം എന്താണ്, ജനറൽ ഫോം എങ്ങനെയാണ്. പോളിനോമിയൽ കൊടുക്കുന്ന പേരാണ് കേട്ടോ പി എക്സ്. ഇത് എപ്പോഴും പി എക്സ് തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല, ജി എക്സ് എന്നോ എച്ച് എക്സ് എന്നോ ഒക്കെ കൊടുക്കുക. നമ്മൾ പൊതുവെ പി എക്സ് എന്ന് കൊടുക്കും. പോളിനോമിയൽ പി എക്സ് ഇൻ വൺ വേരിയബിൾ ഈസ് എൻ ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഇൻ എക്സ് ഓഫ് ദ ഫോം. അതായത് ഇങ്ങനെ വരണം. ഇപ്പോ ഒരു നമ്പർ, പിന്നെ ഇപ്പോ ഒരു എക്സ് റേസ് ടു 4, പിന്നെ വേറൊരു നമ്പർ എക്സ് ക്യൂബ് പ്ലസ് ഒരു 2x² പ്ലസ് എക്സ് പ്ലസ് 1. ഇതെന്താണ്? ഒരു പോളിനോമിയൽ ആണ്. ഇത് പോളിനോമിയൽ ഓഫ് ഡിഗ്രി എത്രയാണ്? ഇതിന്റെ ഡിഗ്രി 4 ആണ്. ഡിഗ്രി എന്ന് പറഞ്ഞാല് വേരിയബിളിന്റെ ഹയസ്റ്റ് പവർ ആണ്. ദ ഹയസ്റ്റ് പവർ ഓഫ് ദ വേരിയബിൾ ഈസ് കോൾഡ് the degree of the polynomial. അതൊക്കെ ഇവിടെ വരുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം 1 by 1 ആയിട്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ജനറൽ ഫോം. അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോഴേ ഇവിടെ a0, a1, a2 എക്സെട്ര an എല്ലാം എന്താണ്? കോൺസ്റ്റൻസ് ആണ്. അത് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ആൻഡ് an നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് 0 ആവാൻ പാടില്ല. ഇത് 0 എന്താ ചെയ്യാ? ഇതിന്റെ ഡിഗ്രി 4 ആവില്ല. അപ്പൊ അതിന്റെ ഡിഗ്രി 3 ആയി മാറും. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെ ഇതാണ് n ഡിഗ്രി ഉള്ള പോളിനോമിയലിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോം. അത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. പിന്നെ എ പോളിനോമിയൽ ഓഫ് വൺ ടേം ഈസ് കോൾഡ് മോണോമിയൽ. ഈ ടേം ഒക്കെ ഇമ്പോർട്ടന്റ് ആട്ടോ. ചിലപ്പോൾ 1 വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ MCQ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ ടേംസ് ഒക്കെ അറിഞ്ഞിരിക്കണം. എ പോളിനോമിയൽ ഓഫ് വൺ ടേം ഈസ് കോൾഡ് മോണോമിയൽ. അപ്പൊ എന്താണ് ടേം എന്ന് പറഞ്ഞാല്? ഒരു എക്സ്പ്രഷന്റെ ടേം എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ നോക്ക്, 2x² - 1. ഈ ആൾജിബ്രായിക് എക്സ്പ്രഷനിൽ എത്ര ടേംസ് ഉണ്ട്? ഹൗ മെനി ടേംസ് ആർ there in this algebraic expression 2x² - 1? 2x² - 1 എന്ന ഈ algebraic expressionൽ എത്ര ടേംസ് ഉണ്ട്? ആരെങ്കിലും ഒരാൾ പറയൂ, പ്ലീസ് ടെൽ എനിവൺ. എത്ര ടേം ഉണ്ട്? ഞാൻ പേര് വിളിക്കണം. ജിഷിൽ എന്ന് പറഞ്ഞ, ജിഷിൽ പറ, പ്ലീസ് ടെൽ ജിഷിൽ. 1 ടേം ഉണ്ടോ ഇതില്? വേറെ എന്തെങ്കിലും കമന്റ് ഉണ്ടോ? ഇനി എത്ര ആൻസർ? 2 term. ഓക്കെ, 2 ടേം ആണ്. ഇതിൽ 2 ടേംസ് ആണുള്ളത്. അപ്പൊ എന്താണ് ടേം എന്ന് പറഞ്ഞാല്? എന്താ ടേം എന്ന് പറഞ്ഞാല്? ഒരു ആൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതുമ്പോഴേ പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഈ ചിഹ്നം കൊണ്ട് സെപ്പറേറ്റ് ചെയ്യുന്ന പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയാ? ടേം എന്ന് പറയാം. അപ്പൊ ഇത് നോക്ക്, ഇതിൽ 2x² എന്നുള്ളത് ഒരു ടേം ആണ്, 1 എന്നുള്ളത് വേറെ ടേം ആണ്. കാരണം എന്താ? മൈനസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം ഇത് എക്സ്പ്രഷൻ നോക്ക്. ലുക്ക് ദിസ് വൺ, ദ ഫസ്റ്റ് എക്സ്പ്രഷൻ ദാറ്റ് ഐ ഹാവ് റിട്ടൺ ഹിയർ. ഇവിടെ നോക്ക്, ഇവിടെ എത്ര ടേം ഉണ്ട്? ഇത് ഒരു ടേം, ഇത് രണ്ടാമത്തെ ടേം. x³ എന്നുള്ളത് രണ്ടാമത്തെ ടേം ആണ്. 3x⁴ എന്നുള്ളത് ആദ്യത്തെ ടേം, x³ എന്നുള്ളത് രണ്ടാമത്തെ ടേം, 2x² എന്നുള്ളത് മൂന്നാമത്തെ ടേം, x എന്നുള്ളത് നാലാമത്തെ ടേം, 1 എന്നുള്ളത് അഞ്ചാമത്തെ ടേം. എത്ര ടേം ഉണ്ട് ഇതില്? 5 ടേം ഉണ്ട്. അപ്പൊ ടേം എന്ന് പറഞ്ഞാല് പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഈ രണ്ട് ചിഹ്നങ്ങൾ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യുന്ന പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയാ? ടേം എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ എക്സ്, ഇതിൽ എത്ര ടേം ഉണ്ട്? ഇതൊരു ആൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ്. എക്സ് ഇതിലൊരൊറ്റ ടേം ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു ടേം മാത്രം വരുന്നതിന് നമ്മൾ എന്ത് പറയാ? മോണോമിയൽ എന്ന് പറയാം. അപ്പൊ ഞാൻ ഇവിടെ എങ്ങനെ എഴുതുകയാണെങ്കിൽ 5x, ഇതിൽ എത്ര ടേം ഉണ്ട്? 1. ഇതിലും 1. അപ്പൊ 5x⁵ എന്ന് എഴുതുകയാണ്. ഇതിൽ എത്ര ടേം ഉണ്ട്? 1. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ മൊണോമിയലിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇത് നമുക്ക് പറയാം, ദിസ് ഈസ് എ മൊണോമിയൽ ഓഫ് ഡിഗ്രി 5 അല്ലെ? ഇത് ഡിഗ്രി 5 ആയ ഒരു മൊണോമിയൽ ആണ്. പക്ഷെ ഇതിന് പകരം ഞാൻ ഇവിടെ ഒരു -2x എന്ന് എഴുതിയാല് ഇതിപ്പോ എന്തായി മാറി? ഇത് മൊണോമിയൽ അല്ല, ഇതിപ്പോ എന്തായി? ബൈനോമിയലായി മാറി. ബൈനോമിയലായി മാറി. ബൈനോമിയൽ എന്ന് പറഞ്ഞാൽ 2 ടേം വേണം. എ പോളിനോമിയൽ ഓഫ് 2 ടേംസ് ഈസ് കോൾഡ് ബൈനോമിയൽ. അപ്പൊ ഇതിന് ഇതെന്താണ്? ഇത് ബൈനോമിയൽ ആണ്. ഇതിന്റെ ഡിഗ്രി എത്ര? വാട്ട് ഈസ് ദ ഡിഗ്രി ഓഫ് ദിസ് ബൈനോമിയൽ? 5.
5 എപ്പോഴും 5. degree is the greatest power of the variable. Highest power of the variable is called the degree of the polynomial. ഇനി നോക്ക്, ഇപ്പൊ ഒരു 3 എണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് ട്രൈനോമിയൽ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ x² minus 2x plus 5. This is a trinomial. അല്ലെങ്കിൽ ഞാൻ വേറെ ഒന്ന് എഴുതാണ് 5x⁴ minus x plus 2. This is another trinomial. ഇതിൽ എത്ര ടേം ആണ്? 3 ടേം ആണ്. What is the degree of this? 4. 4. അപ്പൊ അത് ഈ 3 ടേം ക്ലിയർ അല്ലേ? ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. Already we have discussed and written your notebook with the help of example also. Okay. ഇനി അടുത്തത് a polynomial of degree 1 is called linear polynomial. അപ്പൊ നോക്ക്, ഞാൻ ഇങ്ങനെ എഴുതാണ്. ഇതെന്താണ്? 2x. ഇതൊരു ലീനിയർ പോളിനോമിയൽ ആണ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ദിസ് എ ലീനിയർ മൊണോമിയൽ എന്ന് പറയാം അല്ലെ? ഒരു ടേമേ ഉള്ളൂ, ഡിഗ്രി 1 ആണ്. അപ്പൊ ഇത് ഡിഗ്രി 1 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇതിനെ ലീനിയർ എന്ന് പറയാം. ഒരു ടേം ഉള്ളത് കൊണ്ട് മൊണോമിയൽ എന്ന് പറയാം. അപ്പൊ ഇതെന്താണ്? ഒരു ലീനിയർ മൊണോമിയൽ ആണ്. മനസ്സിലാവുന്നില്ലേ? പറയുന്നത് മനസ്സിലാവുന്നില്ലേ? ഓക്കെ. അപ്പൊ ഇത് ലീനിയർ പോളിനോമിയൽ. ഡിഗ്രി 1 ആണെങ്കിൽ ലീനിയർ പോളിനോമിയൽ. അപ്പൊ ഞാൻ ഇങ്ങനെ പോളിനോമിയൽ എഴുതി, ഓൺലി x². ഇതെന്താണ്? ദിസ് ഇസ് എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി 2. ഇതിന്റെ ഡിഗ്രി 2 ആണ്. അതിന് പറയുന്ന പേരാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി 2 ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഓക്കെ, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഇതിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? ക്വാഡ്രാറ്റിക് മൊണോമിയൽ എന്ന് പറയാം അല്ലെ? ക്വാഡ്രാറ്റിക് മൊണോമിയൽ എന്ന് പറയാം. ഒരു ടേം മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ ഞാൻ നോക്കി ഇങ്ങനെ എഴുതാണ് x² plus 2x. ഇതെന്താണ്? ഇതും ക്വാഡ്രാറ്റിക് തന്നെയാണ്. -2 ഇതെന്താണ്? ഇതും ക്വാഡ്രാറ്റിക് ആണ്. എന്താ കാരണം? നമ്മൾ ക്വാഡ്രാറ്റിക് ആണ്. Are you saying anything? Otherwise you turn on your mic. Turn off your mic. ആരാണ് മൈക്ക് ഓൺ ആക്കിയത്? ഇതാരാണ്? പ്ലീസ്, ആരാണ് നാള്? KL എന്നൊക്കെ എഴുതിച്ചോളൂ. KL. ഓക്കെ. അപ്പൊ നോക്കി, ഇതെന്താണ്? ഇതും ക്വാഡ്രാറ്റിക് തന്നെയാണ്. അപ്പൊ അത് ക്വാഡ്രാറ്റിക് ആണോ മൊണോമിയൽ ആണോ എന്നൊക്കെ തീരുമാനിക്കാന്, അല്ലെങ്കിൽ ലീനിയർ ആണെന്നൊക്കെ തീരുമാനിക്കാൻ ഡിഗ്രി മാത്രമാണ് വേണ്ടത്. ക്വാഡ്രാറ്റിക് ആണോ തീരുമാനിക്കുന്നത്? ഡിഗ്രി. അതാണ് ഞാൻ പറഞ്ഞത്. x² മാത്രം എഴുതിയാൽ ഇതെന്താണ്? ഇത് ക്വാഡ്രാറ്റിക് ആണ്. x² minus x എഴുതിയാൽ ഇതെന്താണ്? ഇതും ക്വാഡ്രാറ്റിക് ആണ്. x² plus 5x plus 3 ഇതെന്താണ്? ഇതും ക്വാഡ്രാറ്റിക് ആണ്. അപ്പൊ ഡിഗ്രി 2 ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. അതിൽ ഒരു ടേം ഉണ്ടെങ്കിൽ monomial എന്ന് പറയും. If it has 2 terms, we will call it as a binomial, and if it has 3 terms, we will call it as a trinomial. Okay. പിന്നെ നോക്കി, a polynomial of degree 3 is called cubic polynomial. ഈ ഡിഗ്രി 3 ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ക്യൂബിക് പോളിനോമിയൽ. ഡിഗ്രി 4 ആണെങ്കിൽ അതിന് വേറൊരു പേരുണ്ട്, അതാണ് ബൈ ക്വാഡ്രാറ്റിക്. അത് നിങ്ങൾ ബുക്കിൽ ഇവിടെ ഇല്ല തോന്നുന്നു. ഡിഗ്രി 4 ആണെങ്കിൽ ബൈ ക്വാഡ്രാറ്റിക്. പിന്നെ അതിന്റെ മുകളിലേക്ക് നമുക്ക് ആവശ്യമില്ല പേരൊക്കെ. പിന്നെ നോക്കുക, അടുത്ത ചോദ്യം. A real number A is, ഇവിടെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇവിടെ കോഎഫിഷ്യന്റ് പറഞ്ഞ സാധനമുണ്ട്. കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാലേ, ഇപ്പൊ ഈ x⁴ കോഎഫിഷ്യന്റ് ആണ് 3. അങ്ങനെയാണെങ്കിൽ x³ കോഎഫിഷ്യന്റ് എത്ര ആയിരിക്കും? വാട്ട് വിൽ ബി ദ കോഎഫിഷ്യന്റ് ഓഫ് ക്യൂബ്? എത്ര? 1. Not 1. 1 is not correct. Any other? -1. -1 ആണ് കേട്ടോ. ആ മൈനസ് സൈൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് x³ -1 ആണ്. കോഎഫിഷ്യന്റ് ഓഫ് x² എത്ര? 2. കോഎഫിഷ്യന്റ് ഓഫ് x എത്ര? 1. ഓക്കെ. അപ്പൊ അങ്ങനെ അതാണ് കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ. കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിളിന്റെ ജസ്റ്റ് ലെഫ്റ്റിലുള്ള കോൺസ്റ്റന്റിനാണ് നമ്മൾ എന്ത് പറയാ? ദ കോൺസ്റ്റന്റ് ജസ്റ്റ് ലെഫ്റ്റ് ഓഫ് എ വേരിയബിൾ ഈസ് കോൾഡ് ഇറ്റ്സ് കോഎഫിഷ്യന്റ്. അപ്പൊ എന്താണ് കോഎഫിഷ്യന്റ്, എന്താണ് ഡിഗ്രി, അതൊക്കെ മനസ്സിലാക്കി വെക്കണം വൃത്തിയായിട്ട് കേട്ടോ. ഇനി നോക്ക്, എ റിയൽ നമ്പർ A is a 0 of a polynomial Px if P of A is equal to 0. In this case, A is also called a root of the equation Px is equal to 0. ഒന്നുമില്ല, ഇപ്പൊ ഒരു പോളിനോമിയൽ ഉണ്ട് നമുക്ക്, P of x എന്നൊരു പോളിനോമിയൽ ഉണ്ട്. ഈ P of x എങ്ങനെയാണെന്ന് വിചാരിച്ചോളൂ. x²
മൈനസ് എക്സ് പ്ലസ് 5. ഇതാണ് നമ്മൾ പോളിനോമിയൽ വിചാരിച്ചോളൂ. ഇതിൽ നമ്മൾ ഒരു എ റിയൽ നമ്പർ എടുത്തിട്ട് പി ഓഫ് എ കണ്ടുപിടിക്കുമ്പോൾ എ എന്നൊരു റിയൽ നമ്പർ എടുത്തിട്ട് പി ഓഫ് എ എന്ന് കൊടുക്കുമ്പോൾ 0 കിട്ടുകയാണെങ്കിൽ നമ്മൾ പറയും ഈ എനെ അതിന്റെ 0 ആണ് എന്ന് പറയും. ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ നോക്ക്, ഇതിൽ ഞാന് ഇവിടെ പ്ലസ് ആക്കാട്ടോ. പ്ലസ് ആക്കിയാല് എത്ര വരിക? 1 കൊടുക്കുമ്പോ 4, ഇത് -6 ആക്കി. ചെറിയൊരു മാറ്റം വരുന്നത് ഇക്വേഷനിൽ പറഞ്ഞു തരുന്നിട്ട് എന്താണ് -6 + 2. ഓക്കെ, ഇനി ഇവിടെ ഞാൻ എക്സിന് 2 എന്ന് കൊടുത്തു നോക്കുക. അതായത് എന്റെ വില 2 ആയിട്ട് എടുക്കുകയാണ്. അപ്പൊ നോക്കി ഞാൻ P of 2 കാണുകയാണെങ്കിൽ എന്തായിരിക്കും ഈ പോളിനോമിയലിൽ? 2² + 2 -6 ഇങ്ങനെയാണ് വരിക. 2² എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 + 2 -6. What is this value? 4 + 6 is 0. 4 + 2 is 6. 6 - 6 = 0. അപ്പൊ നമുക്ക് 0 എന്ന് കിട്ടി. അതായത് P of 2 നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ 0 കിട്ടി. അതുകൊണ്ട് ഈ 2 പറയുന്ന പേരാണ് 0 ഓഫ് ദിസ് പോളിനോമിയൽ. മനസ്സിലായോ? ഒരു പോളിനോമിയൽ എടുത്തിട്ട് അത് ഏതെങ്കിലും ഒരു റിയൽ നമ്പറിന് P of A 0 ആവുകയാണെങ്കിൽ ആ എക്ക് പറയുന്ന പേരാണ് 0 ഓഫ് ദ പോളിനോമിയൽ. ഇതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആയതുകൊണ്ട് ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് എപ്പോഴും 2 zeros ആണ് ഉണ്ടാവുക. എത്ര zeros? 2 zeros. അതുപോലെ ലീനിയർ പോളിനോമിയൽ ആണെങ്കിൽ 1 0 മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ ക്യൂബിക് പോളിനോമിയൽ ആണെങ്കിൽ 3 zeros ഉണ്ടാവും. ജനറൽ ആയിട്ട് നമുക്ക് എന്ത് പറയാം? A polynomial of degree n will have at most n zeros. n zeros ഉണ്ടാവും. ഡിഗ്രി 10 ആണെങ്കിൽ 10 zeros ആണ് മാക്സിമം ഉണ്ടാവുക. ഡിഗ്രി 8 ആണെങ്കിൽ 8 zeros ആണ് മാക്സിമം ഉണ്ടാവുക. Are you clear? Is it okay now? Okay. പിന്നെ അടുത്തത്, every linear polynomial, ശ്രദ്ധിച്ചു വായിക്കുക. Every linear polynomial in one variable has a unique 0. അത് ഞാൻ ഇപ്പൊ പറഞ്ഞതാണ്. ഡിഗ്രി 1 ആണെങ്കിൽ 1 0 ഉണ്ടാവുള്ളൂ. പിന്നെ കോഡ് 1 0 ഉണ്ടാവുള്ളൂ. പിന്നെ every real number, every linear polynomial in one variable has a unique 0. Unique 0 പറഞ്ഞാൽ only 1 and 1 0. പിന്നെ a non-zero constant polynomial has no 0. അതായത് ഇവിടെ നോക്ക്, ഇപ്പൊ 6 ഇതൊരു പോളിനോമിയൽ ആണോ? ഞാൻ ഒരു കോൺസ്റ്റന്റ് മാത്രം എഴുതിയിട്ടുണ്ട് 6. Is it a polynomial? No. ഇതൊരു പോളിനോമിയൽ ആണ്. ഇതൊരു പോളിനോമിയൽ ആണ്. ഇതിന്റെ ഡിഗ്രി എത്ര അറിയോ? ഇതിന്റെ ഡിഗ്രി 0 ആണ്. അപ്പൊ നോക്കാം, നമുക്ക് 6 ആണെങ്കിൽ നമുക്ക് 6x⁻0 എന്ന് എഴുതിക്കൂടെ? 6x⁻0 എന്ന് എഴുതുക. ഇവിടെ വേരിയബിൾ x ആണ്. എക്സിന്റെ പവർ എത്ര? 0 ആണ്. അതുകൊണ്ട് എല്ലാ കോൺസ്റ്റന്റും 0 അല്ലാത്ത വേറെ ഏതൊരു കോൺസ്റ്റന്റ് എടുക്കുകയാണെങ്കിലും അതൊരു പോളിനോമിയൽ ആണ്. ആ പോളിനോമിയലിന്റെ ഡിഗ്രി എത്രയാണ്? 0 ആണ്. അതാണ് എഴുതിയിട്ടുള്ളത്. എ നോൺ സീറോ കോൺസ്റ്റന്റ് പോളിനോമിയൽ, 0 അല്ലാത്ത കോൺസ്റ്റന്റ് പോളിനോമിയൽ ഹാസ് നോ സീറോസ്. ഇതിന് സീറോസ് ഉണ്ടാവില്ല. ആൻഡ് എവരി റിയൽ നമ്പർ ഈസ് എ 0 ഓഫ് എ 0 പോളിനോമിയൽ. അതോടെ നോട്ടെ, അന്ന് അത്ര ഒരു ഹൈ ലെവലിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് ഐഡിയ കിട്ടുകയാണെങ്കിൽ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത് മനസ്സിലാക്കണം കേട്ടോ, എല്ലാ കോൺസ്റ്റന്റും. ഇപ്പൊ ഞാൻ 100 എന്ന് എഴുതുകയാണ്. ഇത് പോളിനോമിയൽ ആണോ? ദിസ് ഈസ് എ പോളിനോമിയൽ. പോളിനോമിയൽ ഓഫ് ഡിഗ്രി 0. ഇതിന്റെ ഡിഗ്രി എത്ര? ഇതിന്റെ ഡിഗ്രി 0 ആണ്. പിന്നെ ഈ പറഞ്ഞതിന്റെ അർത്ഥം എ നോൺ സീറോ കോൺസ്റ്റന്റ് പോളിനോമിയൽ ഹാസ് നോ 0. ഇതിനൊന്നും സീറോസ് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് കോൺസ്റ്റന്റ് എഴുതുകയാണെങ്കിൽ 100ന് 0 ഉണ്ടാവില്ല, 6ന് 0 ഇല്ല. 8 എഴുതുകയാണെങ്കിൽ ഇതും ഒരു പോളിനോമിയൽ തന്നെയാണ്, പക്ഷെ ഇതിന് സീറോസ് ഉണ്ടാവില്ല. അതേമാതിരി എവരി റിയൽ നമ്പർ ഈസ് എ 0 ഓഫ് എ 0 പോളിനോമിയൽ. ഈ 0 പോളിനോമിയൽ എന്ന് പറഞ്ഞാലേ നമ്പർ 0ക്ക് പറയുന്ന പേരാണ് 0 പോളിനോമിയൽ. ഇതും ഒരു പോളിനോമിയൽ തന്നെയാണ്. അപ്പോ ഇതിന് പറയുന്ന പേരാണ് 0 പോളിനോമിയൽ. ഇനി അടുത്ത് നോക്കി, ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. റിമൈൻഡർ തിയറും ഫാക്ടർ തിയറും. റിമൈൻഡർ തിയറം പറയുന്നത്, if px is any polynomial of degree greater than or equal to 1 and px is divided by a linear polynomial x minus a, then the remainder is pa. എന്ന് പറഞ്ഞാല് നമുക്കൊരു പോളിനോമിയൽ ഉണ്ട്. ആ പോളിനോമിയലിന്റെ പേരാണ് px. അതിന്റെ ഡിഗ്രി 1 ഓ 1ൽ കൂടുതലോ ആണ്. നമുക്കൊരു പോളിനോമിയൽ ഉണ്ട്, അതിന്റെ ഡിഗ്രി 1 ഓ 1ൽ കൂടുതലോ ആണ്. ഇനി ഈ പോളിനോമിയലിനെ
എക്സ് മൈനസ് എ എന്ന ഒരു ലീനിയർ പോളിനോമിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇതെന്താണ്? ഇതൊരു ലീനിയർ പോളിനോമിയൽ ആണ്. കാരണം എന്താ? അതിന്റെ ഡിഗ്രി 1 ആണ്. അപ്പൊ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിന്റെ റിമൈൻഡർ പി ഓഫ് എ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് പി എക്സ് എന്ന പോളിനോമിയലിനെ എക്സ് മൈനസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ പി ഓഫ് എ ആയിരിക്കും. ഇഫ് യു ഡിവൈഡ് എ പോളിനോമിയൽ പി എക്സ് by the linear polynomial x minus a, then p of a will be the remainder. അതാണ് റിമൈൻഡർ തിയറം പറയുന്നത്. അതേമാതിരി ഫാക്ടർ തിയറം പറയുന്നത് x minus a is a factor of a polynomial px if p of a is equal to 0. എന്ന് പറഞ്ഞാൽ നമുക്കൊരു px എന്നുള്ള ഒരു പോളിനോമിയൽ ഉണ്ട്. ഈ പോളിനോമിയലിന്റെ നമ്മൾ p of a കണ്ടുപിടിക്കുകയാണ്. ഈ a എന്ന് പറഞ്ഞ റിയൽ നമ്പർ ആണ്. അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ ഇത് 0 ആവുകയാണെങ്കിൽ എക്സ് മൈനസ് എ അതിന്റെ ഒരു ഫാക്ടർ ആയിരിക്കും. അതായത് പി എക്സ് എന്ന പോളിനോമിയലിൽ പി ഓഫ് എ ഈക്വൽ ടു 0 ആവുകയാണെങ്കിൽ എക്സ് മൈനസ് എ അതിന്റെ ഒരു ഫാക്ടർ ആയിരിക്കും. ഇൻ എ പോളിനോമിയൽ പി എക്സ് ഇഫ് പി ഓഫ് എ ഇസ് ഈക്വൽ ടു 0 then എക്സ് മൈനസ് എ വിൽ ബി എ ഫാക്ടർ ഓഫ് പി എക്സ്. ഇതാണ് ഫാക്ടർ തിയറം പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. മനസ്സിലായോ? Yes. ഓക്കെ. ഇതാണ് ഇതിന്റെ ഒരു പാർട്ട്. ഇതിന്റെ മറ്റേ പാർട്ട്, അതായത് ഇതിന്റെ കോൺവേഴ്സ്. ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താ? പി എക്സ് എന്ന പോളിനോമിയലിൽ പി ഓഫ് എ 0 ആവുകയാണെങ്കിൽ എക്സ് മൈനസ് എ ഫാക്ടർ ആണെന്നാണ് പറഞ്ഞത്. ഇനി തിരിച്ചു പറയണം, എക്സ് മൈനസ് എ ഫാക്ടർ ആണെങ്കിൽ പി ഓഫ് എ എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് ഒരു പോളിനോമിയലിന്റെ ഫാക്ടർ ആണ് എക്സ് മൈനസ് എ എങ്കിൽ പി ഓഫ് എ 0 ആയിരിക്കും. അതാണ് ഫാക്ടർ തിയറം. ഈ ചാപ്റ്ററിലെ the most important theorems are these two, remainder theorem and factor theorem. പിന്നെ ഈ ഐഡന്റിറ്റീസ് ഒക്കെ നിങ്ങൾ കാണാതെ അറിഞ്ഞിരിക്കണം കേട്ടോ. ഇത് മാത്രമൊന്നുമല്ല, ഇനിയുണ്ട് ഐഡന്റിറ്റീസ്. പിന്നെ ഏതാ ഉള്ളത്? എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ. ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതും കൂടിയാണ്. ഈ എക്സ് പ്ലസ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചെറിയ ക്ലാസ്സിൽ എ പ്ലസ് ബി ഇങ്ങനെ പഠിച്ചെന്ന് വെച്ചെങ്കിൽ ഇങ്ങനെ പഠിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. അത് എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab plus b square. This is very important. അതേമാതിരി a minus b the whole square is equal to a square minus 2ab plus b square. Then we have one more, x square minus y square, which is equal to x plus y into x minus y. Okay, ഇത്രയും ഐഡന്റിറ്റീസും അറിഞ്ഞിരിക്കുക. ഇതാണ് ഈ പോളിനോമിയൽ എന്ന ചാപ്റ്ററിന്റെ ഒരു സമ്മറി. ഈ ചാപ്റ്ററിലുള്ള പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? Please tell. Any doubt to anyone? No. Okay. അപ്പൊ എല്ലാവരും ഡൗട്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞു. പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങണം കേട്ടോ, ഫുൾ മാർക്ക് വാങ്ങണം. ഇനി നമുക്ക് നമ്മൾ ഫാക്ടറൈസ് ചെയ്യാൻ പഠിച്ചിരുന്നു. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നിങ്ങൾക്ക് 9th ഇമ്പോർട്ടന്റ് ആണ്, 10th ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അവിടെ നിന്ന് കണ്ട് നിങ്ങൾ എവിടേക്കോ മാത്സ് പഠിക്കുന്നുണ്ട്, അവിടെയൊക്കെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. അപ്പൊ നോക്ക്, ഇത് ഫാക്ടറൈസ് ചെയ്യാൻ നമ്മൾ ചെയ്ത് തന്നെയാണ്, നോട്ട്ബുക്കിലുണ്ട്. എന്നിരുന്നാലും ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ഞാൻ പറയാം. ഇതെന്താണ്? ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ്. അപ്പൊ എപ്പോഴും ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം അതിന്റെ ഡിഗ്രി നോക്കുക. ചെക്ക് ദ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ that we have to factorize. Here 12x square minus 7x plus 1. This is a quadratic polynomial. How do we decide it is a quadratic? Because the highest power of the variable is 2. We know in a polynomial, if the highest degree is 2, we call it as a quadratic polynomial. So it is sure 12x square minus 7x plus 1 is a quadratic polynomial. Okay, to factorize this polynomial, we have two methods. One is by splitting the middle term, and the other one is using factor theorem. Okay, so first we will use this type of, if it is quadratic, for our convenience, always we will use splitting the midterm. You can use the other one also, no problem, but by splitting the midterm we commonly use. Here you look, our polynomial is 2x square minus 7x plus 1. Here coefficient of x square is 12, coefficient of x is minus 7, and the constant term is 1. Here this is the midterm, minus 7 is the midterm. So we are going to factorize this polynomial by splitting the midterm. For that we have to find out two numbers. We have to find out two numbers such that their product is 12 into 1, that is 12.
നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് നമ്പർ കിട്ടണം. ആ നമ്പറിന്റെ പ്രത്യേകത എന്താ? അത് 12 ആയിരിക്കണം. ആ 12 എങ്ങനെ കിട്ടുന്നത്? ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ആൻഡ് ദ കോൺസ്റ്റന്റ് ടേം. 12 into 1. So product is 12 and their sum is equal to -7. -7 means the midterm. Okay, we are going to factorize this one by the method of splitting the midterm. So we have to find out two numbers such that their product is 12 and their sum is -7. Can you tell me two numbers satisfying this condition? When you multiply, -4 you have and to get a 12. -3. What are the numbers? -4 and -3. Yeah, exactly. -3 and -4. You can check it. -3 into -4. What is the answer? +12. -3 plus -4. What is the answer? -7. So no doubt, these are the two numbers that we are getting when you multiply 12 and when you add -7. So now come to the polynomial. Now 12x square. What was the name of our factorization method? Splitting the midterm. So as in the name, we will split this midterm by using these two numbers. I'm going to write this one as 3x minus 4x. You look, minus 3x minus 4x. What is the answer? -7x plus 1. Okay, now consider the first two terms, 12x square and -3x. In these two terms, 3x is common, so that we will take out. So when you take 3x out, what is remaining here? What is remaining here? Please tell anyone. 9. No. 1. 4. 4 Yeah, minus 4x ആണ് വരിക. എടോ നോക്കി, ഈ പുറത്തെടുക്കുക എന്നതിന്റെ അർത്ഥം 12x സ്ക്വയർ നമ്മൾ പുറത്തെടുക്കുക അതിന്റെ അർത്ഥം അതിനെ നമ്മൾ 3x കൊണ്ട് ഡിവൈഡ് ചെയ്യാന്നാണ് കേട്ടോ. പുറത്തേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിനെ 3x കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നാണ് അർത്ഥം. അപ്പൊ നോക്ക് 4x എന്ന് കിട്ടും. 4x എന്ന് കിട്ടും. ഇവിടെ എന്താ കിട്ടുക? വാട്ട് ഈസ് റിമൈനിങ് ഹിയർ? ഇവിടെ -1 എന്നാണ് ഉണ്ടാകുക അല്ലെ? നോക്ക്, -3x-നെ 3x കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പുറത്തേക്ക് എടുക്കുക എന്ന് പറഞ്ഞാല് കോമൺ ടേം പുറത്തേക്ക് എടുക്കുക എന്ന് പറഞ്ഞാല് അതിനെ ഡിവൈഡ് ചെയ്യാന്നാണ്. അപ്പൊ -1 എന്ന് വരും. അപ്പൊ ഹിയർ ദീസ് ടു ടേംസ് ടുഗദർ വി ക്യാൻ റൈറ്റ് 3x in bracket 4x minus 1. Now here I am again taking -1 out. If I take -1 out, what is remaining here? Only 4x and here again 1. ഇവിടെ എന്തെങ്കിലും സംശയം ഉണ്ടോ? നോക്കി, ഈ -4x-നെ അതിന്ന് -1 പുറത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം -1 കൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ്. അപ്പൊ നമുക്ക് പോസിറ്റീവ് x അല്ലേ കിട്ടുക, 4x അല്ലേ കിട്ടുക? അപ്പൊ പോസിറ്റീവ് 4x. വീണ്ടും 1-നെ -1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ -1. അങ്ങനെയാണ് ഇത് വരുന്നത്. ഇങ്ങനെയൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് എടുത്ത് നോക്കിയിട്ട് ബ്രാക്കറ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. -1 into 4x. അപ്പൊ ഇത് കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. -1 into 4x -4x ഓക്കെയാണ്. -1 into -1 +1 ആണ്. അപ്പൊ അതും ഓക്കെ തന്നെയാണ് കേട്ടോ. കൺഫ്യൂഷൻ ഉള്ളവർ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക. പറഞ്ഞത് മനസ്സിലായോ? Did you understand what I said? Yes, sir. Okay. ഇപ്പൊ നോക്ക്, നമ്മൾ നോക്കുമ്പോ ഇവിടെ 4x - 1 ഉണ്ട്, ഇവിടെയും 4x - 1 ഉണ്ട്. So 4x - 1 is a common term that again we will take out. 4x - 1. Then here only 3x is remaining and here only -1 is remaining. Therefore, this is the factorization of 12x square minus 7x plus 1. ഇവിടെ നോക്ക്, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ, ഇവിടെ സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കോമൺ ടേം പുറത്തെടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ പുറത്തെടുക്കുന്ന സാധനം കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യാന്നാണ്. 3x into 4x minus 1. ഇതിനെ നമ്മൾ 4x minus 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്താ വരിക? ഇതും കോമൺ ആയിട്ട് പോകും. പിന്നെ 3x തന്നെ ഉണ്ടാവുക. ആ 3x ആണ് ഈ വന്നത് കേട്ടോ. അപ്പൊ ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. Factorization of a quadratic polynomial by splitting the midterm. Okay, then move to the next. ഇനി നോക്കൂ, determine which of the following polynomial has x minus 1 a factor. നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? We can use here factor theorem. എന്താ factor theorem പറഞ്ഞത്? factor theorem എന്ന് പറഞ്ഞ ആരെങ്കിലും ഒരാൾ please state factor theorem. P of A equal to 0.
അതായത് ഒരു പോളിനോമിയലിനെ നമുക്കൊരു പോളിനോമിയൽ ഉണ്ട്, ഒരു പി എക്സ് എന്നുള്ള ഒരു പോളിനോമിയൽ. വി ഹാവ് എ പോളിനോമിയൽ പി എക്സ്. ഇഫ് യു ഡിവൈഡ് ദീസ് പോളിനോമിയൽ പി എക്സ് ബൈ എ ലീനിയർ ഫാക്ടർ എക്സ് മൈനസ് എ, അതുകൊണ്ട് ഡിവൈഡ് ലീനിയർ ഫാക്ടർ ഡിവൈഡ് ചെയ്യുമ്പോൾ പി ഓഫ് എ 0 ആയിരിക്കും. ഇതാണ് ഫാക്ടർ തിയറം പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഈ പോളിനോമിയലിനെ, ഈ ഒന്നാമത്തെ പോളിനോമിയൽ, ഇതാണ് നമ്മൾ പി ഓഫ് എക്സ്, ഇതിനെ എക്സ് പ്ലസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞാലേ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോം ആയിട്ട് കമ്പയർ ചെയ്യണം കേട്ടോ. എക്സ് മൈനസ് മൈനസ് 1 ആണ് അല്ലെ. എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് മൈനസ് 1 ആണ്. അപ്പൊ ഈ പോളിനോമിയലിനെ എക്സ് മൈനസ് മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പി നോക്ക്, പി ഓഫ് മൈനസ് 1 കണ്ടുവെക്കുക. പി ഓഫ് മൈനസ് 1 കാണുമ്പോൾ അത് 0 ആവുകയാണെങ്കിൽ എന്താണ്, എക്സ് മൈനസ് 1 എന്താണ്, ഫാക്ടർ ആണ്. അപ്പൊ പി ഓഫ് മൈനസ് 1 എന്ന് കണ്ടുവെക്കുക. പ്ലീസ് കാൽക്കുലേറ്റ് പി ഓഫ് മൈനസ് 1. വാട്ട് വി വിൽ ഗെറ്റ്? -1 cube. How to find p of minus 1? Substitute everywhere for the variable the value as -1. So -1 the whole cube plus -1 whole square plus -1 plus 1. This is equal to what? -1 cube എന്ന് പറഞ്ഞാൽ എത്രയാ? -1. Yeah, -1. What is this? -1 the whole square 1. plus 1. Again -1 plus 1. So this is equal to 0. അപ്പൊ നമുക്ക് നമ്മൾ p of -1 കണ്ടപ്പോൾ the value we got as a 0 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? x minus -1 എന്ന് പറഞ്ഞാൽ x plus 1 is a factor. മനസ്സിലായോ? അതായത് നമ്മുടെ ചോദ്യം ഇതായിരുന്നു, ഈ എക്സ് പ്ലസ് 1 ഇതിന്റെ ഈ പോളിനോമിയലുകൾക്ക് ഫാക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഫാക്ടർ ആണ് എന്ന് കിട്ടി. എന്താ കാരണം? ഈ പോളിനോമിയലിൽ പി ഓഫ് -1 കണ്ടപ്പോൾ 0 കിട്ടി. ഇത് ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ എക്സ് പ്ലസ് 1 ആണെങ്കിൽ അല്ലെങ്കിൽ പ്ലസ് 2 ആണെങ്കിൽ, ഇപ്പൊ എക്സ് പ്ലസ് 2 ആണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. നിങ്ങൾ എന്തെങ്കിലും നമ്മൾ എന്താ കാണാം? പി ഓഫ് -2 ആണ് കാണാം. എക്സ് -4 ആണെങ്കിലോ പി ഓഫ് 4 ആണ് കാണാം. അത് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ക്ലിയർ അല്ലേ? പറഞ്ഞത് ക്ലിയർ അല്ലേ? Yes. Yes. ഓക്കെ. ഇനി അടുത്ത് നോക്ക്. യൂസ് ദ ഫാക്ടർ തിയറം ടു ഡിറ്റർമൈൻ വെദർ. ഇപ്പൊ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെയും. യൂസ് ദ ഫാക്ടർ തിയറം ടു ഡിറ്റർമൈൻ വെദർ gx is a factor of px. അതായത് ഈ x plus 1 ഇതിന്റെ ഫാക്ടർ ആണോ ചെക്ക് ചെയ്യണം. എന്ത് ചെയ്താൽ മതി? p of -1 കണ്ടുപിടിച്ചാൽ മതി. 0 കിട്ടുകയാണെങ്കിൽ ഫാക്ടർ ആണ്, അല്ലെങ്കിൽ ഫാക്ടർ അല്ല. നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. രണ്ടാമത്തെ ചെയ്ത് നോക്കാം. രണ്ടാമത്തെ പ്രശ്നം എന്താ? എക്സ് പ്ലസ് 2 ഇതിന്റെ ഒരു ഫാക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് p of -2. So p of -2 is equal to, I am putting here, this is our polynomial. So -2 whole cube plus 3 into -2 the whole square plus 3 into -2 plus 1. Please tell me what is the value of this? -2 whole cube. What is the value? -2. -2 whole cube in the value എത്ര? -8. Yeah, -8 ട്ടാ. എന്താണ് -2 whole cube എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? ഇതൊക്കെ അറിയണ്ടേ എന്ന് പറഞ്ഞാൽ -2 into -2 into -2. -2 into -2 എന്ന് പറഞ്ഞാൽ +4 എന്ന് വരും. +4 into -2 എന്ന് പറഞ്ഞാൽ -8 എന്ന് വരും. അപ്പൊ -8 ആണ് ഇതിന്റെ വില. പിന്നെ ഇവിടെ -2 square എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 into 3 is 12. So it will become 12. And here it will be -6 and +1. Okay, -8 ഉം 12 കൂട്ടുമ്പോൾ എത്ര വരിക? +4 ആണ് വരിക. +4 -6 എന്ന് പറഞ്ഞാൽ എത്ര വരിക? -2 ആണ് വരിക. -2 + 1 എന്ന് പറഞ്ഞാൽ എത്ര വരിക? -1 ആണ് വരിക. ഇത് 0ക്ക് ഈക്വൽ അല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? x plus 2 is not a factor. x plus 2 is not a factor. മനസ്സിലായോ? ക്ലിയർ അല്ലേ? Yes. ഓക്കെ. Yes. അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. പിന്നെ ഒരു പോളിനോമിയലിനെ ഡിവൈഡ് ചെയ്യാനുണ്ട്, അതൊക്കെ മനസ്സിലാക്കി വെക്കണം. അത് 10th ആവശ്യം ഉണ്ടാവും, എക്സാമിനൊക്കെ ആവശ്യം ഉണ്ടാവും. അപ്പൊ ഇതാണ് പോളിനോമിയൽ എന്ന ചാപ്റ്ററിന്റെ ഒരു സമ്മറി, ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. പിന്നെ എല്ലാ ടേംസും ഓർത്തിരിക്കണം കേട്ടോ. വാട്ട് ഈസ് എ മോണോമിയൽ, വാട്ട് ഈസ് എ ബൈനോമിയൽ, വാട്ട് ഈസ് എ ട്രൈനോമിയൽ, ആൻഡ് വാട്ട് ഈസ് ദ ഡിഗ്രി, വാട്ട് ഈസ് ദ കോഎഫിഷ്യന്റ്, പിന്നെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, ലീനിയർ പോളിനോമിയൽ, ക്യൂബിക് പോളിനോമിയൽ, ബൈക്വാഡ്രാറ്റിക് പോളിനോമിയൽ, അതൊക്കെയാണ് പ്രധാനപ്പെട്ട ടേംസ്.
പിന്നെ ഇതിൽ പഠിക്കാനുള്ളത് നമ്മുടെ ഈ ഫാക്ടർ തിയറും പിന്നെ ഏതാണ് റിമൈൻഡർ തിയറും, പിന്നെ ഫാക്ടറൈസേഷൻ ഉണ്ട്, പിന്നെ ഡിവിഷൻ ഉണ്ട്, പിന്നെ ഐഡന്റിറ്റീസ് ഉണ്ട്. ഒരു 7 or 8 ഐഡന്റിറ്റീസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഐഡന്റിറ്റീസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഐഡന്റിറ്റീസ് ഒക്കെ വെരി ഇമ്പോർട്ടന്റ് ആണ്. ഐഡന്റിറ്റി അതിൽ തന്നെ പ്രധാനപ്പെട്ട ഐഡന്റിറ്റീസ് ആണ് എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ, എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ, എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ, പിന്നെ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, പിന്നെ എക്സ് ഇതൊക്കെ അതിലുള്ളത് തന്നെയാണ്. പക്ഷെ ഇതൊന്നും അങ്ങനെ നിങ്ങൾ കാണാതെ പഠിക്കണം എന്നില്ല കേട്ടോ. പക്ഷെ ഇത് അറിഞ്ഞിരിക്കണം. ഇതും അറിയുന്നത് നല്ലത് തന്നെയാണ്. പിന്നെ എങ്ങനെ ഉണ്ട് എക്സ് പ്ലസ് വൈ ദ ഹോൾ ക്യൂബ്, ഇത് അറിഞ്ഞിരിക്കണം. പിന്നെ എക്സ് മൈനസ് വൈ ദ ഹോൾ ക്യൂബ്, ഇതും അറിഞ്ഞിരിക്കണം. പിന്നെ വേറെ എന്നുള്ളത് എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി, ഇതും അറിയുന്നത് നല്ലതാണ്. പക്ഷെ ഇത് രണ്ടും അത്ര ഇമ്പോർട്ടന്റ് അല്ല. എവിടെയെങ്കിലുമൊക്കെ ആവശ്യം വരും. പക്ഷെ ഇതൊക്കെ നമ്മൾ എല്ലായിടത്തും ആവശ്യം വരുന്നതാണ് ഈ 5 ഐഡന്റിറ്റീസ് കേട്ടോ. ഈ ഐഡന്റിറ്റീസ് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേഷൻ ഒക്കെ ചെയ്തിരുന്നു. കാൽക്കുലേറ്റ് 103 ഇൻറ്റു 96 വിത്തൗട്ട് യൂഷ്വൽ കാൽക്കുലേഷൻ. അപ്പൊ എങ്ങനെ നമ്മൾ ചെയ്യുന്നതിനെ 100 + 3 എന്ന് എഴുതും, ഇതിനെ 100 - 3 എന്ന് എഴുതും, അല്ലെ 100 - 4 എന്ന് എഴുതും. എന്നിട്ട് ഓരോന്നിനും മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇതിന്റെ വാല്യൂ കണ്ടെത്താം. ഓക്കെ, ക്ലിയർ അല്ലേ? മനസ്സിലായിട്ടില്ലേ? Yes. ഓക്കെ. അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് നോട്ടൊന്നും എഴുതണ്ട, നോട്ടൊന്നും എഴുതാനില്ല. പിന്നെ